വരുന്നുണ്ട് ദുഷ്ടഗുണം. ഇതല്ല, വില്ലേജ് ഓഫീസറാ, എന്നെ കാണാൻ വന്നതാ. ആഹാ, എവിടെയാ നാട്? എറണാകുളം. എറണാകുളത്ത് വെച്ചാൽ ടൗണിൽ തന്നെ. വലിയൊരു കുടുംബത്തിൽ പറഞ്ഞ പയ്യനാ. ഈ നാട്ടിൻ പ്രദേശത്ത് ഇങ്ങനെ ജോലിക്ക് വരേണ്ട ഒരാവശ്യമില്ല. പിന്നെ ഒരു തമാശയായിട്ട് ഇങ്ങനെ വന്നേ ഉള്ളൂ. അങ്ങനല്ല, ജീവിതത്തിൽ കുറച്ച് പ്രിൻസിപ്പിൾസ്, കുറച്ച് ആദർശങ്ങളൊക്കെ ഉള്ള ആളാ ഞാൻ. എനിക്ക് എന്റേതായിട്ടുള്ള ചില ഇഷ്ടങ്ങളുണ്ട്. ഏതായാലും വീട് ഇഷ്ടമായല്ലോ. കൃഷ്ണൻകുട്ടി ആരെ കണ്ട് ഞാൻ ഏർപ്പാടാക്കി തരാം. പക്ഷെ സ്ഥലമൊക്കെ ഒന്ന് വൃത്തിയാക്കണം. എങ്ങനെയാവോ വേണ്ടത്? മുറ്റത്തെ പുല്ലൊക്കെ ചെത്തിക്കളഞ്ഞ്, ചുവരൊക്കെ വെള്ളയടിച്ച്, നാലു ചുറ്റും ചെടിച്ചട്ടികളൊക്കെ വെച്ച് ഭംഗിയുള്ള ഒരു കൊച്ചു വീടാക്കണം. എങ്ങനെ സാറിന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട രൂപത്തിലായോ? ഒരുവിധം. വസണി, സാധിച്ച ഒരു കിളിക്കൂട് സംഘടിപ്പിച്ച തിരക്കേടില്ലായിരുന്നു. കിളിക്കൂടോ? അതെന്തിനാ? ഈ ജനലിനരിയിൽ കെട്ടിത്തൂക്കിയിട്ടാൽ രാത്രി ഏതെങ്കിലും കിളികൾ വന്നിരിക്കും. പുലർച്ചയ്ക്ക് അവരുടെ ശബ്ദം കേട്ട് എനിക്കുണ്ട്. അതിനൊരു ടൈം പീസ് വാങ്ങിച്ചാ പോരെ? അലാറം വെച്ചാ മതിയല്ലോ. ഏയ്, അതല്ല. അപ്പോ ഈ ആഹാരത്തിന്റെ കാര്യത്തിൽ എന്താ കണ്ടിരിക്കണേ? എന്റെ വീട്ടിൽ നിന്ന് കൊടുത്തേക്കാം. അയ്യോ, വേണ്ട മാവാ, അമ്മായി വെക്കുന്നൊന്നും സാറിന് ഇഷ്ടപ്പെടില്ല. ചേട്ടന്റെ വീട്ടിൽ നിന്നാകാമല്ലോ. ഒരു വിരോധമില്ല, പക്ഷേ അയ്യോ, അതൊന്നും വേണ്ട. ആഹാരം സ്വയം പാകം ചെയ്ത് കഴിക്കുന്ന എനിക്കിഷ്ടം. വീട്ടിലാവുമ്പം അതൊന്നും നടക്കില്ലായിരുന്നു. ഇവിടെ ആവുമ്പം നമ്മുടെ ഇഷ്ടം പോലെ ആകാമല്ലോ. പിന്നെ രാവിലെയും വൈകിട്ടും കുറച്ച് പാല് കിട്ടിയാൽ മതി. ആട്ടും പാലാണെങ്കിൽ കൂടുതൽ സൗകര്യം. ആട്ടും പാൽ ഇപ്പൊ എവിടെ നിന്ന് കിട്ടാനാ? പശുവും പാലാണെങ്കിൽ എന്റെ വീട്ടിലുണ്ട്. രണ്ടു നേരവും കുട്ടികളുടെ കയ്യിൽ ഞാൻ കൊടുത്തേക്കാം. സാറിന് ആട്ടും പാലാണ് ആവശ്യം. അത് സാർ ഇടുന്നെങ്കിലും. അല്ല, പശുവും പാല് മതി. കിട്ടാൻ എളുപ്പം അതാണല്ലോ. അതാ നല്ലത്. അപ്പോ ആ കാര്യം രാരിച്ചെന്നാർ ഏറ്റു ഇല്ലേ? ഏറ്റു. ഇനിയിപ്പോ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നതായിട്ടുണ്ടോ? ഇത് തന്നെ വലിയ ഉപകാരം. മനസ്സിലുണ്ടെങ്കിൽ ജോലി, മനസ്സിലുണ്ടെങ്കിൽ ഗ്രാമം, നല്ലവരായ ആൾക്കാർ. ഇതിൽ കൂടുതലൊന്നും എനിക്ക് വേണ്ട. അമ്മായി, ഈ അമ്മാവനെന്താ ഇങ്ങനെ ആയിപ്പോയെ? എന്റെ കുഞ്ഞെ ഒന്നും കഴിക്കത്തില്ല. ഉച്ചയ്ക്കും രാത്രി എന്തേ ഇത്രച്ചും ചോറാ ഉണ്ണുന്നത്. പിന്നെ എങ്ങനെ മെലിയാതിരിക്കും? മെലിഞ്ഞ ആരുമല്ലേ ചോദിച്ചത്. അമ്മാവന്റെ ബുദ്ധിക്ക് എന്ത് പറ്റി? വയസ്സായി തുടങ്ങിയില്ലേ, ഇനി ബുദ്ധിക്ക് എന്തായാലും എന്താ? അല്ലമ്മായി, കല്യാണം കഴിയാത്ത ഒരു ചെറുപ്പക്കാരന്റെ വീട്ടിലേക്ക് രണ്ടു നേരം പാൽ കൊടുത്തയക്കുന്നത് ശരിയാണോ? അതുകൊണ്ട് എന്താടാ തെറ്റ്? നീ ഒരു ചെറുപ്പക്കാരനല്ലേ, നീ പാല് കുടിക്കാറില്ലേ? ഈ അമ്മായിക്ക് എന്ത് പറഞ്ഞാലും മനസ്സിലാകത്തില്ല. ആ വില്ലേജ് ഓഫീസറുടെ വീട്ടിലേക്ക് രണ്ടു നേരം പാൽ കൊടുത്തയക്കാമെന്ന് അമ്മാവൻ ഏറ്റിരിക്കുന്നു. നന്നായി. പിണ്ണാക്ക് മേടിക്കാനുള്ള കാശ് അല്ല, വല്ലവരുടെ വീട്ടിലും പാൽ കൊടുത്തിട്ടുണ്ടോ നമ്മുടെ കുടുംബം കഴിയാൻ? എന്നാൽ അയാളോട് ഇങ്ങോട്ട് വന്ന് വാങ്ങിക്കാൻ പറയാം. ഇങ്ങോട്ടോ? അതേതായാലും വേണ്ട. അമ്മായിക്ക് അത്ര നിർബന്ധമാണെങ്കിൽ പിള്ളേരുടെ കൂടെ തയ്ച്ചാൽ മതി. ശരി. അതുമല്ലെങ്കിൽ അമ്മാവിന്റെ കൂടെ തയ്ച്ചാലും മതി. ഓ, എന്നാലും രാധ അങ്ങോട്ട് അയക്കരുത്. ഇല്ല. വാസുനേട്ടൻ ഇവിടെ ഈ നേരത്ത് വരുമെന്ന് വിചാരിച്ചില്ലല്ലേ? ഇല്ല. ഇന്നലെ ഇവിടെ വരാൻ പറ്റില്ല. സാരമില്ല. രാധേ, എന്തിനാ? ഞാൻ നിനക്ക് അലുവ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. എവിടെ? ആരും കാണണ്ട. വാസനേട്ടാ, നാളെയും കൊണ്ടുവരുമോ? എന്താ ഇങ്ങനെ പുറത്തിറങ്ങി നിൽക്കുന്നത്? പ്രാന്തൽ വെക്കാൻ വന്നതാ. അത് ഞാൻ വന്നിട്ട് കൊണ്ടുവച്ചാലും മതിയല്ലോ. കണ്ണിക്കണ്ടവന്മാരൊക്കെ നടക്കുന്ന സ്ഥല. നീ ഇങ്ങനെ അണിഞ്ഞിറങ്ങി വിളക്കിന്റെ മുമ്പിൽ നിന്നാല് ഞാനൊന്നും പറയണില്ല. ഞാൻ പകല് മുഴുവൻ വാതിലടിച്ച് അകത്തിരിക്കുകയായിരുന്നു. അറിയാം. രാത്രി ആയാലും അങ്ങനെ തന്നെ ഇരുന്നാ മതി. കാമദേവൻ വന്ന് വിളിച്ചാലും എന്റെ ശബ്ദം കേൾക്കാണ്ട് വാല് തുറക്കണ്ട. ഇവിടെ വന്ന് ആരും എന്നെ നോക്കി നിൽക്കാറില്ല. ആര് പറഞ്ഞു? കണ്ടും കാണാതെ ഞാൻ ദിവസവും കേട്ടുകൊണ്ടിരിക്കണതല്ലേ. ശങ്കരൻ നായരുടെ ഭാര്യ ചെറുപ്പമാണ്, സുന്ദരിയാണ്. നീ അത്ര വലിയ സുന്ദരിയൊന്നും അല്ല. എന്നാലും മനുഷ്യന്റെ മനസ്സമാധാനം നഷ്ടപ്പെടാതെ പോരെ. ആരാ? ചിലപ്പോ എനിക്ക് തോന്നിയതായിരിക്കും.
അയലൊക്കെ പ്രശ്നമല്ല എല്ലാം ചോദിക്കാൻ എടുത്തോണ്ട് പോകാൻ എടുത്തോണ്ട് പോത്തിക്ക് ഒഴുകിട്ട് ഞാൻ നിന്നെ പട്ടിണിക്കിടുന്നില്ല. നിന്റെ മിന്നും മാലയും പൊട്ടിച്ച് പണയം വെച്ച് കള്ളു കുടിക്കുന്നില്ല. രാപകൽ ടാക്സി ഓടിച്ച് കണ്ടവന്റെ വായിരിക്കുന്ന ചീത്തയും കേട്ട് കിട്ടുന്ന കാശ്. അതുകൊണ്ട് ഞാൻ കള്ളു ഷാപ്പിലോ നിന്റെ മറ്റടത്തൊന്നും പോകുന്നില്ല. ഉണ്ടോ? സ്വന്തം വീട്ടിൽ ഇരുന്ന് ഇത്തിരി കഴിക്കുന്നു. അതിൽ ആർക്കായിട്ട് നാണക്കേട്? നിങ്ങൾക്കല്ലല്ലോ നാണക്കേട്, ബാക്കിയുള്ളവർക്കല്ലേ. എന്താ ഇത്ര നാണക്കേട്? ഞാൻ നിന്റെ തന്ത തേങ്ങ വിരിച്ച് കള്ളു കുടിക്കുന്നുണ്ടോ? പറഞ്ഞു പറഞ്ഞു തന്തേ പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞാല് ഒന്ന് പറഞ്ഞേ. പറഞ്ഞിരിക്കുന്നു, 10 തന്തയ്ക്ക് പറഞ്ഞിരിക്കുന്നു. എന്റെ ദൈവമേ, എനിക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തോണ്ടല്ലോ ഇങ്ങനെയൊക്കെ പറയണേ. എനിക്ക് ചത്താ മതി, ചത്താ മതി, ചത്താ മതി. കങ്കിടിച്ച് വാട്ടണ്ട. നിനക്കും പിള്ളേർക്കും കഴിയാനുള്ള വക ഞാൻ ജോലി ചെയ്തുണ്ടാക്കുന്നുണ്ട്. പിള്ളേരോ? ഏതാ പിള്ളേര്? എടി ഉണ്ടാകാൻ പോകുന്ന പിള്ളേരെ. ഉണ്ടായാലും ആര് വളർത്താനാ? രാത്രി വന്ന് ഈ കുടിയും ബഹളവും മാത്രം മതിയല്ലോ മനുഷ്യന്റെ ആയുസത്താണ് ചാവാൻ. നീ ഒരു കാര്യം പോകരുതെന്നും പറയരുത്. പറയും. പറയരുത്, പറയരുത്. പറയും. പറഞ്ഞാ എന്താ ചെയ്യും? ഞാനാ ഇവിടുത്തെ ഗ്രഹനാഥൻ. ഗ്രഹനാഥം വന്നിരിക്കുന്നു, കണ്ടെച്ചാ മതി. എന്താണ് കുഴപ്പം? എടി കണ്ട എന്താ കുഴപ്പം? ആരാ? ഞാൻ അടുത്ത വീട്ടിലെ പുതിയ താമസക്കാരനാ. അറിഞ്ഞു, പക്ഷെ പരിചയപ്പെട്ടില്ല. വന്നാട്ടെ, ഒരു 100 മില്ലി അടിച്ചിട്ട് വാ. എന്താ? മദ്യം വിഷമാണ്. ഒരു വിഷമവും ഇല്ല. ആവശ്യമുള്ളത് ഞാൻ കരുതിയിട്ടുണ്ട്. വന്നാട്ടെ. അല്ല, ഞാൻ വന്നതേ മറ്റൊരു കാര്യം പറയാനാ. എന്താ? ഈ ഭാര്യമാരെ ഇങ്ങനെ തല്ലരുത്. അകത്തുവാൻ ആണുങ്ങൾ വർത്താനം പറഞ്ഞിട്ട് നിനക്കെന്നാ കാര്യം? എന്താ പറഞ്ഞേ? ഭാര്യമാരെ ഇങ്ങനെ തല്ലരുത്. അവർ നമ്മുടെ തന്നെ ഒരു ഭാഗമാണ്. നിങ്ങൾ ഒരു നിമിഷം ആലോചിച്ച് നോക്കൂ സഹോദര. നിങ്ങളിങ്ങനെ കുടിച്ചു കൂത്താടി അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയാണോ? അതെ, ഞാൻ അവളെ പട്ടിണിക്ക് ഇടുന്നില്ല. അവിടെ കെട്ടുതാലിയും മാലയും പറിച്ചോണ്ട് പോയി പണയം വെച്ച് കള്ളു കുടിക്കുന്നില്ല. ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് കൊണ്ട് ഞാൻ എന്റെ സ്വന്തം വീട്ടിൽ ഇരുന്ന് ഇത്തിരി കഴിക്കുന്നു. അതിനവർക്ക് എന്നെ കുറ്റം പറയേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? അല്ല, അങ്ങനെ ചോദിച്ചാൽ എന്ന് ചോദിച്ചാൽ അതിനെ കുറ്റം പറയേണ്ട കാര്യമുണ്ടോ? അല്ല, അതില്ല. ഇല്ലേ? പിന്നെ എന്റെ ഭാര്യ എന്നെ അല്ലാതെ പിന്നെ സാറിനെയാണ് കുറ്റം പറയേണ്ടത്. സ്വന്തമായിട്ടെല്ലാം പറയാനുണ്ടോ? അല്ല, നിങ്ങളിങ്ങനെ കുടിച്ച് ബഹളം ഉണ്ടായി കഴിഞ്ഞാ അയൽക്കാരായ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാ. ബുദ്ധിമുട്ടല്ലയോ? വീട്ടിൽ പഞ്ഞി ഇരിപ്പുണ്ടോ? പഞ്ഞി 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 ഉണ്ടല്ലോ. അത് കുറച്ചെടുത്ത് 2 ചെവിയിലും വെച്ച് പോയി കിടന്ന് ഉറങ്ങ. ചെല്ല, ബുദ്ധിമുട്ട്. നീ എന്നെ ഞാനല്ലോ.